ഭേദഗതി നിയമത്തിനെതിരെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രതികരിക്കാത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലോചിച്ച് പ്രതികരിക്കാമെന്ന് പറഞ്ഞ മല്ലികാർജ്ജുൻ ഖാർഗെ പിന്നീട് മിണ്ടിയിട്ടില്ല. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ചട്ടം വന്നു. ആ ചട്ടം വന്നപ്പോഴോ കോൺഗ്രസിന് ദേശീയ തലത്തിൽ നിലപാടുണ്ടോ? ദേശീയ തലത്തിൽ നിലപാട് പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ഇതേവരെ കഴിഞ്ഞോ? കോൺഗ്രസ് പാർട്ടി എന്ന നിലക്ക് പ്രതികരണമില്ല. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്ന നിലക്ക് പ്രതികരണമില്ല. ധാരാളം പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ഒരു യാത്ര, ഭാരത് ജോഡോ ന്യായ് യാത്ര രാഹുൽ ഗാന്ധി നടത്തി. ഇതിനെക്കുറിച്ച് മാത്രം ശബ്ദമേയില്ല, ഒന്നും പ്രതികരിച്ചില്ല. അവസാനവും സമാപന ദിവസവും ഒരു പ്രതികരണവും ഇല്ല. കോൺഗ്രസിൻ്റെ അധ്യക്ഷനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് ഈ ചട്ടം വന്നല്ലോ, നിങ്ങളുടെ പ്രതികരണം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ആലോചിച്ച് പറയാം. ഈ ചട്ടം വന്ന ഉടനെയല്ല ചോദിക്കുന്നത്. ചട്ടം വന്ന് ദിവസങ്ങൾ കഴിഞ്ഞു. രാജ്യം മുഴുക്കെ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. അപ്പോഴും ആലോചനയിലാണ്. ആലോചിക്കട്ടെ എന്നാണ്. കൂടെ നിൽക്കുന്നുണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ. അദ്ദേഹം ചിരിക്കുന്നു. ഖാർഗെയും ചിരിക്കുന്നു. മാധ്യമപ്രവർത്തകരെ നോക്കി. നിങ്ങൾ മാധ്യമപ്രവർത്തകരോടാണ് ചിരിച്ചതെങ്കിലും ഈ രാജ്യത്തിന് മുന്നിലാണല്ലോ ആ ചിരി. എപ്പോഴാണ് കോടാനുകോടി ജനങ്ങൾ മനസ്സിൽ തീ തിന്നുന്ന ഘട്ടം. അവരത്യന്തം ഭയപ്പാടിൽ, ഉത്കണ്ഠയിൽ, എന്താകും ഭാവി എന്ന് ചിന്തിച്ചുകൊണ്ട് വേദന തിന്നുകൊണ്ട് കഴിയുന്നു. അവരെ നോക്കിയാണ് നിങ്ങൾ ചിരിച്ചത് എന്ന് അവർ മനസ്സിലാക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. കെ.ടി. സ്വാലിഹ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാലിഹ്, CAA-ക്കെതിരായ ഉറച്ച നിലപാട് പ്രഖ്യാപനവുമായി മാറിയാണ് ഈ മഹാറാലികൾ ഓരോന്നും കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ. സംഘപരിവാർ അജണ്ട രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനൊപ്പം അതിന് മൗനാനുവാദം മൂളുന്ന കോൺഗ്രസിനെയും വലിയ തോതിൽ തന്നെ മുഖ്യമന്ത്രി ഈ ഒരു ഘട്ടത്തിൽ വിമർശിക്കുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എങ്ങനെ? കോൺഗ്രസിന് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു നിലപാടില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രാജ്യത്തുടനീളം യാത്ര നടത്തി. പക്ഷേ ഇക്കാര്യത്തിൽ മാത്രം പ്രതികരിച്ചില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയും KC വേണുഗോപാലും ചിരിക്കുകയാണ് ചെയ്തത്. ഇക്കാര്യം ചോദിച്ച മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ് ചെയ്തത്. കോടിക്കണക്കിന് ആളുകൾ തീരി നിന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് പോയ ഒരാളുടെ പോലും ശബ്ദം ഉയർന്നു കേട്ടില്ല. കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയുടെയും ശബ്ദം ഉയർന്നു കേട്ടില്ല. സാങ്കേതികമായി എതിർക്കുന്നു എന്ന് പറയുകയും പിന്നീട് ഒരു മൂലക്കൽ പോയിരിക്കുകയുമാണ് ചെയ്യുന്നത്. ഒരേ ഒരാൾ മാത്രമാണ് ഇതിനെതിരെ ഈ ചർച്ചകളിലും മറ്റും ഉറച്ച ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അത് ഇടതുപക്ഷ പ്രതിനിധിയുടേതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു ദേശീയ തലത്തിൽ ഒരു നിലപാടില്ലാത്ത കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രസംഗത്തിലുടനീളം മുഖ്യമന്ത്രി ഉയർത്തിയത്. കെ.ടി. സ്വാലിഹാണ് വിശദാംശങ്ങൾ നൽകിയത്.